നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. ആകാശ പ്രതിരോധത്തിൽ ഇന്ത്യയുടെ പുതിയ നാഴികക്കല്ലായി മാറുകയാണ് തദ്ദേശീയമായി വികസിപ്പിച്ച ദീർഘദൂര ഉപരിതല വ്യോമ മിസൈൽ സംവിധാനമായ കുശ. ഒഡീഷ തീരത്തുള്ള APJ അബ്ദുൽ കലാം ദ്വീപിൽ നടന്ന പരീക്ഷണം വിജയമായി മാറിയതോടെ പ്രതിരോധ രംഗത്ത് മറ്റൊരു കുതിച്ചുചാട്ടം കൂടി സംഭവിച്ചിരിക്കുകയാണ്. 3 വേരിയന്റുകളിലായി വികസിപ്പിക്കുന്ന പ്രൊജക്ട് കുശ റഷ്യൻ S-400 വ്യോമ പ്രതിരോധ സംവിധാനത്തിന് ഇന്ത്യ വികസിപ്പിക്കുന്ന ശക്തമായ തദ്ദേശീയ ബദലായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. പശ്ചിമേഷ്യയിലും യുക്രൈനിലും തുടരുന്ന സംഘർഷങ്ങളും ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള അനുഭവങ്ങളും ശക്തവും ബഹുതലത്തിലുള്ളതുമായ വ്യോമ പ്രതിരോധ ശൃംഖലയുടെ പ്രാധാന്യം എടുത്തുകാട്ടുന്നതായിരുന്നു. ചെറിയ ഡ്രോണുകൾ മുതൽ ക്രൂയിസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും വരെയുള്ള വിവിധ വ്യോമ ഭീഷണികളെ നേരിടാൻ ശേഷിയുള്ള പ്രതിരോധ സംവിധാനങ്ങളാണ് നിലവിലെ സാഹചര്യത്തിൽ രാജ്യങ്ങൾ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ വർഷത്തെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുദർശൻ ചക്ര എന്ന പേരിൽ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന സമഗ്ര വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ പ്രഖ്യാപനം നടത്തിയിരുന്നു. 2035 രാജ്യത്തെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെയും ജനവാസ മേഖലകളെയും വ്യോമ ഭീഷണികളിൽ നിന്ന് സംരക്ഷിക്കാൻ ശേഷിയുള്ള ശക്തമായ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ കവചമാണ് ലക്ഷ്യമിടുന്നത്. ഈ ദിശയിലെ ആദ്യപടികളിലൊന്നാണ് പ്രൊജക്ട് കുശ. പ്രൊജക്ട് കുശയ്ക്ക് കീഴിൽ 3 ദീർഘദൂര ഉപരിതല വായു മിസൈൽ വേരിയന്റുകളാണ് വികസിപ്പിക്കുന്നത്. M1 മിസൈലിന് 150 കിലോമീറ്ററും M2വിന് 250 കിലോമീറ്ററും M3ക്ക് 350 കിലോമീറ്ററും വരെ പ്രഹരപരിധിയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. വിമാനങ്ങൾ, സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ, ക്രൂയിസ് മിസൈലുകൾ, ഡ്രോണുകൾ തുടങ്ങിയ വ്യോമ ഭീഷണികളെ നേരിടാൻ ശക്തിയുള്ള ബഹുതല പ്രതിരോധ ശൃംഖലയുടെ പ്രധാന ഘടകമായിരിക്കും ഇവ. റഷ്യൻ S-400 കിടപിടിക്കുന്ന തരത്തിൽ സ്വയം പ്രവർത്തിക്കുന്നതും വിവിധ സംവിധാനങ്ങളുമായി സംയോജിപ്പിക്കാവുന്നതുമായ പ്രതിരോധ ശൃംഖലയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. S-400 നിന്നും വ്യത്യസ്തമായി ആവശ്യാനുസരണം വിപുലീകരിക്കാവുന്നതും രാജ്യവ്യാപകമായി വ്യോമ പ്രതിരോധ കവചത്തിന്റെ ഭാഗമാക്കാവുന്നതുമായ സംവിധാനമായിട്ടാണ് കുശയെ വിഭാവനം ചെയ്യുന്നത്. ബാലിസ്റ്റിക് മിസൈൽ ഭീഷണികളെ നേരിടുന്നതിനായി പ്രത്യേകമായി വികസിപ്പിച്ച ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളായിരിക്കും സുദർശൻ ചക്ര പദ്ധതിയുടെ പ്രധാന ഘടകങ്ങളിലൊന്ന്. 2000 കിലോമീറ്റർ വരെ പ്രഹരപരിധിയുള്ള മിസൈലുകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള BMD സംവിധാനത്തിന്റെ 1ാം ഘട്ടം ഇന്ത്യ ഇതിനകം തെളിയിച്ചിട്ടുണ്ട്. 5000 കിലോമീറ്റർ പരിധിയുള്ള ഭീഷണികളെ നേരിടാൻ രൂപകൽപ്പന ചെയ്ത 2ാം ഘട്ട ഇന്റർസെപ്റ്ററുകളിലും പരീക്ഷണങ്ങൾ പുരോഗമിക്കുകയാണ്. സൗദി അറേബ്യയ്ക്കും UAEക്കുമെതിരായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ അമേരിക്കൻ പേട്രിയറ്റ്, താഡ് തുടങ്ങിയ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ പരിമിതികൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. വലിയ തോതിൽ നിക്ഷേപം നടത്തിയിട്ടും തന്ത്രപ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾ പൂർണ്ണമായി തടയാൻ ഇതിന് സാധിച്ചില്ല. ഇതോടെ പല തലങ്ങളിലുള്ളതും പരസ്പരം ബന്ധിതവുമായ വ്യോമ പ്രതിരോധ ശൃംഖലയ്ക്കൊപ്പം ബദൽ സംവിധാനങ്ങളും അനിവാര്യമാണെന്ന പാഠവും ഇതിൽ നിന്ന് പല രാജ്യങ്ങളും ഉൾക്കൊണ്ടു. ഇന്ത്യയുടെ മിഷൻ സുദർശൻ ചക്രയും ഇതേ ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇസ്രയേലിലെ അയൺ ഡോം പോലുള്ള സംവിധാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആയിരക്കണക്കിനും കിലോമീറ്ററുകളിലായി വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ ഭൂപ്രദേശത്തുള്ള നിരവധി തന്ത്രപ്രധാന കേന്ദ്രങ്ങളെയാണ് ഇന്ത്യ സംരക്ഷിക്കേണ്ടത്. അതിനാൽ ഇന്റർസെപ്റ്റർ മിസൈലുകൾ മാത്രം മതിയാകില്ല. റഡാറുകൾ, സെൻസറുകൾ, കമാൻഡ് സെന്ററുകൾ, ദീർഘദൂര മിസൈലുകൾ, ലേസർ അധിഷ്ഠിത ഡയറക്ട് എനർജി ആയുധങ്ങൾ എന്നിവയെല്ലാം പരസ്പരം ബന്ധിപ്പിച്ചുള്ള വലിയ ശൃംഖലയാണ് ആവശ്യമായത്. ഇതിന് DRDO, വിവിധ സേനകൾ, വ്യവസായ മേഖല, ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയുടെ ഏകോപനവും ആവശ്യമാണ്. ക്വിക്ക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈൽ എന്ന QRSAM, വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് അഥവാ VSHOT തുടങ്ങിയ സംവിധാനങ്ങൾ ഇന്ത്യ ഇതിനകം വികസിപ്പിച്ചിട്ടുണ്ട്. 30 കിലോമീറ്റർ ശേഷിയുള്ള ലേസർ അധിഷ്ഠിത ഡയറക്ട് എനർജി ആയുധവും പരീക്ഷിച്ചു. ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ രംഗത്തെ 1ാം ഘട്ട വിജയത്തിന് പിന്നാലെ കൂടുതൽ ദൂരപരിധിയുള്ള ഭീഷണികളെ നേരിടാൻ ശേഷിയുള്ള 2ാം ഘട്ട സംവിധാനങ്ങളും വികസിപ്പിക്കുകയാണ്. പ്രൊജക്ട് കുശയുടെ പരീക്ഷണ വിജയം ഇന്ത്യ ശക്തമായ ഒരു ബഹുതല വ്യോമ പ്രതിരോധ കവചത്തിലേക്ക് നീങ്ങുകയാണെന്നുള്ള സൂചനയാണ് നൽകുന്നത്. എന്നാൽ രാജ്യത്തിന്റെ ആകാശപരിധി പൂർണ്ണമായി സംരക്ഷിക്കണമെങ്കിൽ ബദൽ സംവിധാനങ്ങൾ, സാങ്കേതിക നവീകരണം എന്നിവയിൽ ഇനിയും കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരും. ഒരേ സമയം നടക്കുന്ന വലിയ തോതിലുള്ള ആക്രമണങ്ങളിൽ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും പരിമിതികൾ ഉണ്ടാകാമെന്നതിനാൽ ഏത് പ്രതിസന്ധിയും അതിജീവിക്കാൻ കഴിയുന്ന പ്രതിരോധ ശൃംഖല കെട്ടിപ്പടുക്കുക എന്നതാണ് ഇന്ത്യയുടെ അടുത്ത വലിയ ദൗത്യം.